ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഓണം സെലിബ്രേഷൻ പോയാലോ? ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ചെയ്യുന്നല്ലേ, അതെനിക്കും അറിയാം. പക്ഷെ ഇവിടെ UAE-യിൽ അടുത്തൊരു 3 മാസത്തേക്ക് ഓണം സെലിബ്രേഷൻസ് നടക്കാറുണ്ട്. അതിന് കാരണം വെന്യൂ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ആൾക്കാരുടെ തിരക്കും ഇതൊക്കെ കാരണം ഓരോ വീക്കെൻഡിൽ ഓരോ അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മളിതേ ആദ്യം സാറിൻ്റെ വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് അവരൊക്കെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ നമ്മളിതാ പോവാണ്. നമ്മുടെ പരിപാടി ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു. അങ്ങനെ ഇതാ ഗ്രാൻഡ് ഹയത്ത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഗ്രാൻഡ് ഹയത്ത് ശരിക്കും ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്. ഇൻറ്റീരിയലൊക്കെ ഒരേ പുള്ളി. നമ്മൾ ആദ്യം റിസപ്ഷൻ്റെ ഏരിയയിൽ കൂടെയൊക്കെ കയറിയിട്ടായിരുന്നു നമ്മുടെ വെന്യൂവിലേക്കുള്ള വേ. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഉൾഭാഗമൊക്കെ കാണാൻ പറ്റി. പിന്നെ എവിടെ നോക്കിയാലും ഒരു ഫോട്ടോ പോസിനുള്ള ഒരു ആംഗിളുള്ള സ്ഥലമായിരുന്നു. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടിയൊക്കെ വളർത്തിയേക്കുന്നു. ചേടാ ഒരു അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. കേരളോത്സവം ആണ് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടിയുടെ പേര്. ആൻഡ് ഇത് നടത്തുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ അസോസിയേഷൻസ്, ആ 9 അസോസിയേഷൻസും കൂടിയിട്ട്, അതായത് UAE-യിലുള്ള ഈ 9 അസോസിയേഷൻസും കൂടിയിട്ടാണ് ഈ ഓണപ്പരിപാടി നടക്കുന്നത്. ആദ്യമേ വന്നപ്പോൾ ഞങ്ങൾക്ക് മെഗാ തിരുവാതിര കാണാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഈ 9 ടീമിൻ്റെയും പൂക്കളം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി പൂക്കളങ്ങളായിരുന്നു. അതുപോലെ തന്നെ പായസം മേള, അതായത് പായസം ഉണ്ടാക്കുന്ന ഒരു മത്സരം, പിന്നെ പിള്ളേരുടെ ഡാൻസും വലിയ ആൾക്കാരുടെ ഡാൻസും, അങ്ങനെ ഒത്തിരി പരിപാടികൾ. ഇതായിരുന്നു ഓണം. ആൻഡ് ഒട്ടും വൈകാതെ ഞങ്ങൾക്ക് സദ്യ കിട്ടി. സദ്യ ഒന്നും പറയണ്ട, അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ എൻ്റെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ 3-മത്തെ സദ്യയായിരുന്നു ഇത്. ഇവിടെ അത് പരിപ്പ് കൂട്ടിയിട്ടായിരുന്നു ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ പരിപ്പ് വന്നു, പിന്നെ സാമ്പാർ വന്നു, പിന്നെ 2 കൂട്ടം പായസം വന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം കിട്ടി. എല്ലാം വളരെ പെട്ടെന്ന് ടപ്പേ ടപ്പേന്ന് പോയ ഫീലായിരുന്നു. എല്ലാതും ഇങ്ങനെ ഒരെണ്ണം കഴിയുന്നു, അടുത്തത് വരുന്നു, അടുത്തത് വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞൊന്ന് ഇരുന്നതും ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് ഗീവ്സസ് എനർജി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഞങ്ങൾക്ക് എനർജി കൂടിയതേ ഞങ്ങൾ നല്ല ഉറക്കത്തിൻ്റെ വക്കിലായപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് മടങ്ങി. ഇനി ബാക്കി ഉറക്കം വീട്ടിൽ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയ്ക്കുള്ളൂ. ബായ്.